ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂമ്പും ചെറുപയറും ഇട്ട് സ്വാദിഷ്ടമായ ഒരു തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. എല്ലാവരും അത് ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, നമുക്കിന്ന് പുതിയതായിട്ട് വാഴക്കൂമ്പും പയറും വെച്ച് തോരൻ വെക്കാം. കാണിച്ചു തരാം. ഈ വാഴക്കൂമ്പ് നമ്മുടെ വീട്ടിൽ പിടിച്ച വാഴയുടെ കേട്ടോ. ഇത് ഇനി നമുക്ക് ഇത് ഇളക്കി എടുത്ത് വൃത്തിയാക്കിയ ശേഷം കുത്തി അരിഞ്ഞ് എടുക്കണം. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു അളവിൽ പയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പയർ നല്ലപോലെ വേവിച്ചെടുക്കാം. അതിന് നമ്മൾ അടുപ്പ് കത്തിച്ച് കുക്കറിലേക്ക് പയറിടുവേ. കുക്കറിലേക്ക് പയറിട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടണേ. അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിന് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് നമുക്ക് കൂമ്പ് തയ്യാറാക്കാം. എന്ന് വെച്ചാൽ എല്ലാം റെഡിയാക്കി അരിയുന്നത് എല്ലാം നിങ്ങളെ കാണിച്ചു തരുമ്പോൾ കൂമ്പ് ഇതേപോലെ ഓരോ ഇതള് നമ്മൾ ഇളക്കി എടുക്കണേ. ഏകദേശം എന്ന് വെച്ചാൽ ഈ മെറൂൺ കളറുള്ള ആ തൊലി നമ്മൾ എടുക്കത്തില്ല കേട്ടോ. ഏകദേശം ഈ പരുവത്തിലാക്കി എടുത്തിട്ട് ഇനി നമുക്കത് കുത്തി അരിഞ്ഞെടുക്കണേ. നമ്മുടെ കൂമ്പ് എല്ലാം ക്ലീനാക്കി ഈ പരുവമായി. ഇനി നമുക്കിത് കൊത്തി അരിഞ്ഞിട്ട് കാണിക്കാം. ഇനി നമുക്ക് കൂമ്പ് ചെറുതായിട്ട് കൊത്തി അരിയണേ. ചെറുതായിട്ട് നമുക്കിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കണേ. എത്രത്തോളം പൊടിയായിട്ട് അരിയുന്ന അവ പെട്ടെന്ന് വേവുകയും ചെയ്യണേ. നല്ല ടേസ്റ്റുമാണ്. പയറും കൂടി ഇടുമ്പോൾ നല്ല രുചിയാണ്. ഏകദേശം കൂമ്പ് നമ്മൾ അരിഞ്ഞ് തീരാറായി വരുന്നുണ്ട്. ഇത്രയും ഭാഗം മാത്രം അരിഞ്ഞെടുത്താൽ മതി. ബാക്കി കൊള്ളത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് പൂവിൻ്റെ ഇതായിട്ടിരുമ്പോൾ കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് വേവാനും പാടും. ഇത്ര അവസാനം വരെ അരിഞ്ഞെടുത്താൽ മതി. കൂമ്പ് അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഇനി ഒരു പരിപാടിയും ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കറ നൂല് പോലൊരു സംഭവം ഇതിനകത്ത് കിട്ടും. നമ്മളത് കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരുമ്മി എടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതിനകത്തൊരു നാര് വരും. നമുക്ക് ആ നാര് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തോരൻ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ കറയെല്ലാം അതിനകത്ത് ഇരുന്നിട്ട് ഒരു നൂല് പോലെ ഇങ്ങനെ ആയി വരും. അത് പ്രത്യേകം അങ്ങനെ ചെയ്തെടുക്കാൻ അത് നല്ലതാണ് കേട്ടോ. വീണ്ടും നമ്മൾ ഇതെടുത്തിരിക്കുന്നത് അതിങ്ങനെ ഒരു പിടി ഇങ്ങനെ കയ്യിലെടുക്കുക. ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ആക്കിയെടുക്കുക. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. എല്ലാവരും ചെയ്യും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വൃത്തിയാക്കി കഴുകിയെടുക്കണേ. കഴുകിയെടുത്ത് നമുക്ക് പിന്നെ തോരൻ വെക്കാം. കൂമ്പ് എല്ലാം അരിഞ്ഞ് അതിൻ്റെ ആ നൂല് പോലുള്ള സംഭവം എല്ലാം അതെല്ലാം മാറ്റി വൃത്തിയായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പയർ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുവറുക്കാൻ അരിയാൻ കൊച്ചുള്ളി 2-3 എടുത്ത് ഒരു വറ്റൽമുളക് എടുത്ത് ചെറുതായിട്ട് നമുക്ക് കടുവറുക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കാം. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. കടു പൊട്ടിക്കാൻ വേണ്ടി മാത്രം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂമ്പ് ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. കാരണം പയറിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിപ്പോയി. എന്നിട്ട് നമുക്കത് നല്ലതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം. ചെറിയ രീതിയിൽ വേവിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആവിയിലിരുന്ന് നല്ലതുപോലെ വെന്ത് വരും. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം ഇരിക്കിയിട്ട് അപ്പോഴത്തേക്ക് അത് വെന്ത് വരുവേ. ഇനി നമുക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം.
വെന്തിട്ടില്ല, എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. അപ്പോഴത് വെന്ത് പരുവം നോക്കണ്ടേ നമ്മൾ. വീണ്ടും വേവാത്തോണ്ട് കുറച്ച് നേരം കൂടെ നിറച്ച് വെച്ചിട്ട് നോക്കാം. അത് വേവുന്നൊരു പരുവുണ്ട്. ആ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പയറെല്ലാം ഇട്ട് കൊടുക്കണം. തോരൻ അവിടെ വെന്ത് വരാറായി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. ചതയ്ക്കാൻ വേണ്ടത് കുറച്ച് തേങ്ങ, 3-4 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം. ഇത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂട്ടിയെടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. ഇത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് പതുക്കെ ചതച്ചുകൊണ്ട് വരാം. ഞാൻ മിക്സിയിലോട്ട് ഇടുവാണേ. ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് കറക്കുമ്പോഴത്തേക്ക് ഇത് ചതച്ച് കിട്ടും. ഒത്തിരി ഒന്ന് അരഞ്ഞു പോയേ വേണ്ട. ഒന്ന് തോരനും ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. നമ്മളിതാ ചതച്ച് കൊണ്ടുവന്നു കേട്ടോ. ഈ പരുവത്തിൽ ചതച്ചിട്ടാൽ മതി കേട്ടോ. ഏകദേശം നമ്മുടെ കൂമ്പിൻ്റെ തോരൻ വെന്ത് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണേ. ആ അരപ്പെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ഭാഗം ഇങ്ങനെ ഒരു സൈഡിലോട്ടാക്കി കൊടുത്ത ശേഷമേ നമ്മൾ ഈ തോരന് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടേ ഇല്ല കേട്ടോ. നമ്മുടെ കൂമ്പ് തോരനകത്തു നിന്നുള്ള വെള്ളം ആവിയിൽ നിന്ന് വെന്ത. അരപ്പിനകത്തും വെള്ളം ചേർത്തിട്ടില്ല, കൂമ്പിനകത്തും നമ്മൾ വെള്ളം ചേർത്തില്ല. കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്നായിരുന്നേ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മൂടി കൊടുക്കാം. ഇങ്ങനെ അങ്ങ് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു കൊടുക്കാം. ഏകദേശം അരപ്പ് പയറും എല്ലാം ഇട്ട് നമ്മൾ വെച്ചിരിക്കുവാണ്. ഒരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ ആവിയിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്കത് ഇളക്കിയെടുക്കുക. അപ്പോഴത്തേ നമ്മുടെ കൂമ്പ് തോരൻ റെഡിയാവും. ഇനി നമുക്കിത് ഇളക്കി നല്ലതുപോലെ തോർത്തിയെടുക്കാം. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് തോർത്തിയെടുത്താൽ മതി. ആ അരപ്പും എല്ലാം എല്ലായിടം ഒന്ന് മിക്സ് ആയി വരുന്നതിനും ആ വെള്ളമയോ എന്തെങ്കിലും അരപ്പിനകത്തുള്ളത് പറ്റിയെടുക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യണ്ട കേട്ടോ. തോർത്തിയെടുത്ത് കഴിഞ്ഞാൽ കൂമ്പ് തോരൻ റെഡിയായി. ഇനി നമുക്ക് കൂമ്പ് തോരനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കൂമ്പ് തോരൻ റെഡിയായി. കൂട്ടുകാർ കൂമ്പുണ്ടെങ്കിൽ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണേ. വാ, നമുക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പം ഞങ്ങളുടെ മമ്മി ഉണ്ടാക്കിയ കൂമ്പ് തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്റ്റാറി സിസ്റ്റേഴ്സ് പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം.